രമേശ് ചെന്നിത്തല ഉറപ്പ് നൽകിയിട്ടും താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ പരിതാപകരം തുടരുന്നതാണ് പറയുന്നത്. അത് ശരിയാണോ? ശരിയാ. എപ്പോഴും കണ്ടില്ലേ, അനുഭവം കണ്ടില്ലേ, കണ്ടില്ലേ? ഇപ്പൊ തന്നെ ഇവിടെ തന്നെ ഡയാലിസിസ് ചെയ്ത് എത്ര രണ്ടുപേരൊക്കെ പറ്റിയ അബദ്ധമൊക്കെ, ഇതൊക്കെ അശ്രദ്ധ കൊണ്ട് പറ്റുന്നില്ലേ? ഡയാലിസിസ് ചെയ്തിട്ട് രണ്ടുപേരും മരിച്ചോ? അറിഞ്ഞില്ല. ഒരു മാസം 2 മാസം പടച്ചിട്ടേക്ക് പറ്റി. അതൊക്കെ പാവങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ പോകുന്നത്. ഇപ്പൊ മാലികര ആശുപത്രിയും ആലപ്പുഴയൊക്കെ പോകുന്നത്. ഇവിടുന്ന് പരിസരത്തിലൊക്കെ എങ്ങനെ പോകും? അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതായത് നമ്മുടെ എൻട്രൻസ് തന്നെ കണ്ടില്ലേ, അങ്ങോട്ട് ഇറങ്ങുന്ന ഒരു അത്യാഹിതമായിട്ടുള്ള രോഗിയെ കൊണ്ട് വരുമ്പോഴത്തേക്ക് ആ റോഡിൻ്റെ ശോചനീയ അവസ്ഥ എന്താണെന്നുള്ളത്, അതിൻ്റെ പഞ്ഞതിൻ്റെ അകത്തോട്ടുള്ള കാര്യങ്ങൾ ഏതാ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ ആദ്യം തന്നെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെ ആ കയറുമ്പോൾ ഒന്ന് വൃത്തിയാക്കി ആൾക്കാർ രോഗികളെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവർക്കൊരു ഇത് കിട്ടണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡയാലിസിസ് ബന്ധപ്പെട്ട് എന്തോ മരുന്ന് മാറി കുത്തിവെച്ചെന്നുള്ളതാണ് അറിവ്. അത് കറക്റ്റ് എനിക്ക് അതിനെപ്പറ്റി നമ്മളെ മെഡിക്കലായിട്ട് ബന്ധമില്ലെങ്കിലും എന്തോ മരുന്ന് മാറി അതിനകത്ത് കുത്തിവെച്ചെന്നുള്ളതാണ് അറിവ്. പാവപ്പെട്ട ഒരുപാട് രോഗികളോടെ ഡയാലിസിസിന് വരുന്നുണ്ട്. ഇപ്പോൾ കായംകുളത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചിലവുള്ള കാര്യമാണ് കായംകുളത്ത് പോയി ഡയാലിസിസ് ചെയ്യാന്ന് പറയുന്നത്. പ്രയോജനമൊന്നുമില്ല നമുക്ക്. ഇവിടെ ഹോസ്പിറ്റലിലെ ഒരു കാര്യങ്ങളും നല്ലൊരു ഡോക്ടറില്ല, സർജറികളൊന്നുമില്ല. ഞങ്ങൾക്കാണെങ്കിലും ഇവിടെ എന്തെങ്കിലും പ്രസവം അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഒരു ഡിസ്ചാർജ് അങ്ങനെ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നല്ല ഡോക്ടർമാരും ഒന്നുമില്ല.